അപ്പം ഗൈസ് എൻ്റെ ബാക്കിലത്തെ കുളം കണ്ടാൽ മനസ്സിലായി നമ്മളിപ്പോൾ നമ്മുടെ കുറ്റിച്ചിറ പള്ളിയിലാട്ടോ, പള്ളീൻ്റെ അടുത്താണ്. നമ്മൾ കയറുമ്പോൾ തന്നെ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ അതിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ എഴുതിച്ചിട്ടുണ്ട് കേട്ടോ. അത് നോക്കുകയാണെങ്കിൽ ഇവിടെ ചരിത്രമൊക്കെ എഴുതിച്ചിട്ടുണ്ട്. അപ്പം ഗൈസ് നോക്കുകയാണെങ്കിൽ തന്നെ ഈ പള്ളി ഏകദേശം കുറേ കാലം പഴക്കമുള്ളൊരു പള്ളിയാണ്. എന്തായാലും നിങ്ങൾ കോഴിക്കോട് വരികയാണെങ്കിൽ ഇവിടെ ഒന്ന് കയറി പോകണം കേട്ടോ. അതുപോലെ തന്നെ ഗൈസ് നമുക്ക് എന്താ പറയുക, 2 ഭാഗത്തൂടെ നമുക്ക് പള്ളിയിലേക്ക് പ്രവേശിക്കട്ടെ. നമ്മുടെ അതിലെങ്ങനെ റോഡ് കൊണ്ട് കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ അവിടെയും ഇതാണ് നമ്മുടെ ഫ്രണ്ട് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ അതാണ് നമ്മുടെ രണ്ടാമത്തെ ഭാഗം വരുന്നത് കേട്ടോ. അപ്പം ഗൈസ് നമുക്കിവിടെ ചേർപ്പായിട്ട് നമുക്ക് അപ്പുറത്തെ ഭാഗത്തൂടെയാണ് പള്ളിയിലൂടെ പ്രവേശനം കിട്ടും. അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ് ഇവിടെ കാണാൻ പറ്റുന്ന എടുക്കുന്ന സ്ഥലം നമുക്ക് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഗൈസ് നമുക്ക് ഉള്ളോട്ട് കയറുന്നത് നമ്മുടെ പണി നടന്നുകൊണ്ടിട്ടാണ്. അവിടെ സൈഡിൽ മാത്രമായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഗൈസ് കയറുമ്പോൾ തന്നെ ഇതാണ് നമ്മുടെ ഉള്ളെടുക്കുന്ന സ്ഥലം. അപ്പം ഗൈസ് നമുക്ക് എന്താ പറയുക, ഉള്ളെടുക്കാൻ നമുക്ക് പള്ളിൻ്റെ ഉള്ളിലേക്കൊക്കെ വേറൊരു സ്ഥലം കണ്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ ഗൈസ് അവിടെ ഒരു കുളവും കാര്യങ്ങളുണ്ട്. ഇത് ഹൗസ് എന്താ പറയുക, ഒരു പെട്ടെന്ന് നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം. ഇതാണ് നമ്മുടെ ഹൗസ്. ഇവിടുന്ന് നമുക്ക് കുളവും കാര്യങ്ങളൊക്കെ എടുക്കാട്ടോ. ഗൈസ് ഇത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പം കാര്യങ്ങളും മീനൊക്കെ ഉണ്ടോ. എന്താ പറയുക, നമ്മുടെ ഖുർആനൊക്കെ എഴുതാൻ ഉപയോഗിച്ച തൂവലാട്ടോ. ഖുർആൻ ജസ്റ്റ് കാണിച്ചു തരാം. അതുപോലെ തന്നെ 600 കൊല്ലം പഴക്കമുള്ള ഖുർആനാട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടിട്ട് നമ്മൾ സുനിത വില്യംസ് സാറ്, സുനിത ഫണ്ടാസ്റ്റിക് എന്തിനും പെരുന്നാളൊക്കെ നമുക്ക് എന്താ പറയുക നിൽക്കുന്നൊരു ചെണ്ടയായിട്ടുണ്ട്. അപ്പോൾ കഴിച്ച് നമ്മളിപ്പോൾ ഉള്ള നമ്മുടെ കുറ്റിച്ചിറം പള്ളീൻ്റെ 3ാമത്തെ ഫ്ലോറിലാണ്. അപ്പോൾ അവിടെ വേസ്റ്റ് ബിന്നും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നമുക്ക് ഫ്രണ്ടിൽ തന്നെ നമ്മുടെ കുളവും കാര്യങ്ങളൊക്കെ നല്ല എന്താ പറയുക നല്ല വ്യൂവിൽ കാണാൻ പറ്റും. അപ്പം ഗൈസ് ഈ പള്ളിൻ്റെ എന്താ പറയുക ഉൾഭാഗം അത്യാവശ്യം ഇരുട്ടും കാര്യങ്ങളും ഉണ്ടോ. അപ്പോൾ നമ്മളിപ്പം വരുന്നത് നമ്മുടെ 3ാമത്തെ ഫ്ലോറിലേക്കാട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇപ്പം നമ്മളിവിടെ ഉള്ള വെച്ചാൽ നമ്മളെ ഏറ്റവും ടോപ്പിലാണ്. അവിടെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. എന്താ പറയുക നടക്കുന്ന പേടിയും കാര്യങ്ങളാണ്. എന്താ വെച്ചാൽ പല പൊട്ടിയല്ലേന്നൊക്കെ കേട്ടോ. അപ്പോൾ നല്ല ഉറപ്പും കാര്യങ്ങളും, പക്ഷേ എന്താ പറയുക ജസ്റ്റ് ഒരു പേടി പോലെ തോന്നിപ്പോൾ ചവിട്ടുമ്പോൾ ബസ്ക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. എന്താ പറയുക ഇവിടെ ഫുള്ള് പലകൊണ്ട് ഇങ്ങനെ അടിച്ചിട്ടാട്ടോ. അപ്പോൾ ചെറിയ വെളിച്ചവും കാര്യങ്ങളുള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടതാലും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം. നമ്മളിപ്പോൾ